നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 30 കോടി വിലമതിക്കുന്ന 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ശാസ്ത്ര ഗവേഷണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. കാലാവസ്ഥയ്ക്കും കാലാവസ്ഥാ ഗവേഷണത്തിനും അനുയോജ്യമായ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നതെന്നും ഗവേഷണത്തിനും വികസനത്തിനും മുൻഗണന നൽകിയ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രതിഫലനമാണിതെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യ സാധ്യതകളുടെ അനന്തമായ ചക്രവാളത്തിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്, പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമായ ആർക്ക, അരുണിക എന്നിവയ്ക്ക് തുടക്കമിട്ടതിനെ കുറിച്ചും സംസാരിച്ചു. കാലാവസ്ഥയ്ക്കും കാലാവസ്ഥാ ഗവേഷണത്തിനുമായി തയ്യാറാക്കപ്പെട്ടവയാണ് ഇവ. മുഴുവൻ ശാസ്ത്ര സമൂഹത്തിനും എഞ്ചിനീയർമാർക്കും എല്ലാ പൗരന്മാർക്കും പ്രധാനമന്ത്രി തന്റെ ആശംസകൾ അറിയിച്ചു. 3ാം ടേമിന്റെ തുടക്കത്തിൽ യുവാക്കൾക്കായി 100 ദിവസങ്ങൾ കടന്ന് 25 ദിവസങ്ങൾ അധികമായി അനുവദിച്ചത് അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് സമർപ്പിച്ചു. രാജ്യത്തെ യുവശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് അദ്ദേഹം അടിവരയിട്ടു. ഭൗതികശാസ്ത്രം, ഭൗമശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം എന്നീ മേഖലകളിലെ നൂതന ഗവേഷണങ്ങളെ സഹായിക്കുന്നതിൽ അതിന്റെ ഉപയോഗം എടുത്തു പറഞ്ഞു. ഇത്തരം മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാവി വിഭാവനം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടിംഗ് ശേഷി ദേശീയ ശേഷിയുടെ പര്യായമായി മാറുകയാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഗവേഷണം, സാമ്പത്തിക വളർച്ച, രാജ്യത്തിന്റെ സഞ്ചിത ശേഷി, ദുരന്ത പരിപാലനം, ജീവിത സൗകര്യം, ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം എന്നിവയിലെ അവസരങ്ങൾക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും കമ്പ്യൂട്ടിംഗ് കഴിവുകളെയും നേരിട്ട് ആശ്രയിക്കുന്നത് ചൂണ്ടിക്കാട്ടി. ഇൻഡസ്ട്രി 4 ഇന്ത്യയുടെ വികസനത്തിന്റെ അടിസ്ഥാനം ഇത്തരം വ്യവസായങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വിഹിതം ബിറ്റുകളിലും ബൈറ്റുകളിലും ഒതുങ്ങാതെ ടെറാബൈറ്റുകളിലേക്കും പെറ്റാബൈറ്റുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അതിനാൽ ഇന്ത്യ ശരിയായ ദിശയിലാണ് മുന്നേറുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുടെ കഴിവുകളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാനാവില്ലെന്നും എന്നാൽ ശാസ്ത്രീയ ഗവേഷണത്തിലൂടെ മാനവരാശിയെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതായി കരുതുന്നുവെന്നും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. ഗവേഷണത്തിലൂടെയുള്ള ആത്മനിർഭരത, സ്വാശ്രയത്വത്തിനായി ശാസ്ത്രം എന്നിവയാണ് ഇന്ത്യയുടെ മന്ത്രമെന്നും ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ ചരിത്രപരമായ ക്യാമ്പയിനുകൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഭാവി തലമുറയിൽ ശാസ്ത്രബോധം ശക്തിപ്പെടുത്തുന്നതിനായി സ്കൂളുകളിൽ 10,000-ലധികം അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ സൃഷ്ടിക്കുന്നതിനും STEM വിഷയങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കുന്നതും ഈ വർഷത്തെ ബജറ്റിൽ 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ ഫണ്ട് അദ്ദേഹം പരാമർശിച്ചു. 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ അതിന്റെ നൂതനാശയങ്ങളിലൂടെ ശാക്തീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുക എന്ന ലക്ഷ്യത്തിന് അദ്ദേഹം അടിവരയിട്ടു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.